ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തേക്കടിയിലേക്ക് ഒരു 2 ഡേയ്സ് ട്രിപ്പ് പോകാൻ്റെ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. രാവിലെ 6 മണിയോടെ തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരുന്നു. വീട്ടിൽ നിന്ന് ഏകദേശം 3.5 മണിക്കൂറാണ് തേക്കടിയിലേക്കുള്ള യാത്ര. നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എലിഫന്റ് ജംഗ്ഷൻ ആയിരുന്നു. ഇവിടെ എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് എലിഫന്റ് സഫാരി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ 10 മിനിറ്റ് എലിഫന്റ് സഫാരി അവൈലബിൾ ആണ്. 500 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. 4 പിടിയാനകളെയാണ് ഇവർ ഈ പ്രോഗ്രാംസിനായി യൂസ് ചെയ്യുന്നത്. ഏകദേശം 10 മിനിറ്റ് ആണ് ഇവർ എലിഫന്റ് റൈഡ് തരുന്നത്. എലിഫന്റ് റൈഡിന് ശേഷം ആനയുടെ കൂടെ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഫാമിലി ആയിട്ടും ഒക്കെ ഫോട്ടോ എടുക്കാവുന്നതാണ്. ഞങ്ങൾ ചെന്ന ടൈമിൽ വലിയ തിരക്കില്ലാത്തതിനാൽ അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. പെട്ടെന്ന് തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഫിലിപ്സ് നാച്ചുറൽ ഹണി ആൻഡ് ബീ ഫാമിലേക്കാണ്. ഇവർക്ക് 6000-ഓളം ചെറുതേൻ കോളനികൾ തന്നെ ഉണ്ട്. കൂടാതെ ധാരാളം വൻതേൻ കോളനികളും ഇവരുടെ അടുത്തുണ്ട്. 3500 രൂപയ്ക്കാണ് ഇവർ 1 കിലോ ചെറുതേൻ വിൽക്കുന്നത്. കൂടാതെ വൻതേനും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. KTDCയുടെ റിസർവ് ഫോറസ്റ്റിനുള്ളിലുള്ള പെരിയാർ ഹൗസ് എന്ന റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. ഫോറസ്റ്റ് ചെക്ക് പോയിന്റിൽ നിന്ന് 2 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ഈ റിസോർട്ട് വരുന്നത്. വളരെ മനോഹരമായ ആംബിയൻസ് ആയിരുന്നു. ഒരു റൂമിന് ഏകദേശം 3500 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. ബാക്കിയെല്ലാം പെയ്ഡ് ആണ്. ഇവന്മാരാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നീൽഗിരി ബ്ലാക്ക് ലംഗൂർ അഥവാ കരിങ്കുരങ്ങന്മാർ. IUCN റെഡ് ലിസ്റ്റിലെ വൾണറബിൾ സ്പീഷീസ് ആയിട്ടാണ് ഇവരെ ഇപ്പോൾ കണക്കാക്കുന്നത്. 10-12 എണ്ണമുള്ള കൂട്ടമായിട്ടാണ് ഇവരെ സാധാരണ കണ്ടുവരുന്നത്. നമ്മുടെ നാടൻ കുരങ്ങളെ പോലെ ഇവ മനുഷ്യരുമായിട്ട് അത്ര അടുക്കാറുമില്ല. ഇതാണ് ഇന്ത്യൻ ജയൻസ് കുരൽ അല്ലെങ്കിൽ മലബാർ ജയൻസ് കുരൽ എന്നറിയപ്പെടുന്ന നമ്മുടെ മലയണ്ണാൻ. 1.5 മുതൽ 2 കിലോ വരെ ശരീരഭാരം വരുന്ന ഇവരെ സാധാരണയായി കണ്ടുവരുന്നത് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഗട്ട്സ് ഫോറസ്റ്റ് ഏരിയകളിലാണ്. കറുപ്പും ക്രീമും ബ്രൗണും ചേർന്ന മനോഹരമായ ഒരു കളർ ഡിസൈനാണ് ഇവരുടെ ബോഡിക്കുള്ളത്. നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ബോട്ടിങ്ങിനായി പോയിരുന്നു. 1 മണിക്കൂറാണ് ഇവരുടെ ബോട്ടിംഗ് ടൈം വരുന്നത്. ഓരോ ബോട്ടിലും ഗൈഡും ഉണ്ടാവും. തേക്കടി ലേക്ക് വെസ്റ്റേൺ ഗട്ട്സ് മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ തടാകം. നമുക്കിവിടെ മെയിനായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന മൃഗങ്ങൾ ആന, കാട്ടുപോത്ത്, സിംഹവാലൻ കുരങ്ങുകൾ, മാനുകൾ, മ്ലാവുകൾ എന്നിവയാണ്. ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കാട്ടിയെ സ്പോട്ട് ചെയ്തിരുന്നു. ഒരു കുഞ്ഞും 3 അഡൽറ്റിനെയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ദൈവമാരെയാണ് സ്പോട്ട് ചെയ്തത്. മ്ലാവുകൾ അഥവാ സാമ്പാർ ഡിയർ. IUCN റെഡ് ലിസ്റ്റിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കടുവകളുടെ പ്രധാന ഏരിയയാണ് ഇവർ. പെരിയാർ ടൈഗർ റിസർവിൽ ഏകദേശം 48 കടുവകളും 100ഓളം ആനകളും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ആ കാണുന്നതാണ് തേക്കടി ലേക്ക് പാലസ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സമ്മർ പാലസ് ആയിരുന്നു ഇത്. ഇപ്പോൾ ഇത് KTDCയുടെ അണ്ടറിലുള്ള ഒരു ഹെറിറ്റേജ് റിസോർട്ടാണ്. ഇതാണ് ഗ്രേറ്റ് കോർമറൻ അഥവാ നീർക്കാക്ക. ഇവ ഇതുപോലെ ജലാശയങ്ങൾ, നദീതീരങ്ങൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ ാണ് മുട്ടയിടുന്നത്. ബോട്ടിലുണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞത് തേക്കടി വിസിറ്റ് ചെയ്യാൻ പറ്റിയത് സമ്മർ ടൈം ആണെന്നാണ്. കാരണം ലേക്കിലെ വെള്ളത്തിന്റെ അളവ് കുറയുന്ന ടൈമിലാണ് മൃഗങ്ങൾ വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തേക്കടിയിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒരു സഹായമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.